Benqന്റെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണ് ക്ലൈമാക്സ് സിനിമാസ് വഴി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ കൃഷ്ണപ്രസാദ്, Benqന്റെ സെയിൽസ് മാനേജറാണ്. ക്ലൈമാക്സ് സിനിമാസ് വന്നിട്ട് അവരുടെ ചാനലിലേക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് Benqന്റെ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്ത ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് Benqന്റെ V5000i എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. V5000i എന്ന് പറയുന്നത് Benqന്റെ എക്സ്ട്രീം അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടറാണ്. നിങ്ങൾ ഈ കാണുന്നത് 100 ഇഞ്ച് സ്ക്രീനാണ്. ഈ സ്ക്രീൻ 100 ഇഞ്ച് സ്ക്രീൻ കിട്ടുന്നതിനായിട്ട് പ്രൊജക്ടർ വെച്ചിരിക്കുന്നത് വെറും 30 സെൻറ്റിമീറ്ററിനുള്ളിലേക്കാണ്. എന്ന് പറഞ്ഞാൽ പ്രൊജക്ടറും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറും 30 സെൻറ്റിമീറ്ററിന് താഴെയാണ്. അതുകൊണ്ടാണ് ഈ പ്രൊജക്ടറിനെ എക്സ്ട്രീം അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടർ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ പ്രൊജക്ടറിനെ നമ്മൾ പ്രൊജക്ടർ എന്നല്ല പറയുന്നത്, മറിച്ച് ലേസർ ടി വി എന്നാണ്. എന്തുകൊണ്ടാണ് ലേസർ ടി വി എന്ന് വിളിക്കുന്നത്? ലേസർ ടി വി എന്ന് വിളിക്കാൻ കാരണം ഈ പ്രൊജക്ടറിനുള്ളിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ലേസർ LED ആണ്. ലേസർ LED ആയതുകൊണ്ട് തന്നെ 30,000 മണിക്കൂറാണ് ഇതിൻ്റെ ലൈഫ് പറയുന്നത്. ഈ 30,000 മണിക്കൂർ ലൈഫ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഉപയോഗിക്കുന്ന ലേസർ LED ആയതുകൊണ്ട് ഇത് ടി വിക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു പ്രൊജക്ടറായിട്ട് മാറുകയാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ടി വിയുടെ ലൈഫ് എന്ന് പറയുന്നത് LED ടി വി ഉപയോഗിക്കുന്നത് നമ്മൾ ഏകദേശം 20,000 മുതൽ 30,000 മണിക്കൂറാണ് ലൈഫ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊജക്ടറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഈ പറയുന്ന 20,000-നും 30,000-നും ഇടയിൽ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ടി വിയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എല്ലാ ലൈറ്റുകളും ഓൺ ചെയ്തുകൊണ്ടാണ് ഈ ഹോട്ടൽ മുറിയിൽ ഞാനിവിടെ നിൽക്കുന്നത്. ഇത്രയും ലൈറ്റിലും ഈ പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നത് ഒരു ലേസർ ടി വി പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്ടറിനെ ലേസർ ടി വി എന്ന് പറയുന്നത്. ഈ പ്രൊജക്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രൊജക്ടർ റെസൊല്യൂഷൻ 4K റെസൊല്യൂഷനാണ്. അതുമാത്രമല്ല 4K UHD റെസൊല്യൂഷൻ വരുന്നതോടൊപ്പം തന്നെ 2500 ആൻസി ലൂമൻസ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്. 2500 ആൻസി ലൂമൻസിൻ്റെ കൂടെ തന്നെ സാധാരണ ഒരു പ്രൊജക്ടറിൽ കിട്ടാത്ത ഒരു ഫീച്ചറാണ്. നമുക്ക് സാധാരണ അറിയാം, ഹോം തിയേറ്റർ പ്രൊജക്ടേഴ്സിൽ നമുക്ക് പല കളർ ഗാമ അവൈലബിൾ ആണ്. ഇതിലുള്ള കളർ ഗാമ എന്ന് പറയുന്നത് BT2020 ആണ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്പെസിഫിക്കേഷനിലുള്ള ഒരു പ്രൊഡക്റ്റാണ് Benqന്റെ V5000i. BT2020 എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഒരു സിനിമാറ്റോഗ്രാഫർ ഒരു സിനിമ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ക്യാമറയിൽ BT2020 അല്ലെങ്കിൽ DCI-P3 ഫോർമാറ്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുക. ആ ഷൂട്ട് ചെയ്ത കണ്ടന്റിനെ ഒരു കളറിസ്റ്റ് എഡിറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുമ്പോൾ എഡിറ്റിംഗ് സ്യൂട്ടിൽ ഉപയോഗിക്കുന്ന മോണിറ്റർ ആയിക്കോട്ടെ, പ്രൊജക്ടർ ആയിക്കോട്ടെ, അതും BT2020 ഫോർമാറ്റിലോ അല്ലെങ്കിൽ DCI-P3 ഫോർമാറ്റിലോ ആയിരിക്കും. ഈ പറയുന്ന ഫോർമാറ്റിൽ ഇട്ടതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോഴും ഈ ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോഴും കിട്ടുന്ന ഈ ഫോർമാറ്റ് നിങ്ങളുടെ പ്രൊജക്ടറിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവരുദ്ദേശിച്ച പോലൊരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ ഈ പ്രൊജക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തിയേറ്ററിൽ ഉപയോഗിക്കുന്ന വലിയ പ്രൊജക്ടറുകളെ പോലെ തന്നെ, വലിയ പ്രൊഫഷണൽ തിയേറ്ററുകളിൽ വലിയ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടറുകളെ പോലെ തന്നെ BT2020 കളർ ഗാമ അവൈലബിൾ ആയിട്ടുള്ള പ്രൊജക്ടറാണ് ഈ ഇരിക്കുന്ന Benqന്റെ പ്രൊജക്ടർ. 2500 ആൻസി ലൂമൻസിൻ്റെ ബ്രൈറ്റ്നസ് ഉള്ളതുപോലെ തന്നെ ഈ പ്രൊജക്ടറിൻ്റെ സ്ക്രീനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്ക്രീൻ നിങ്ങൾ കാണുന്നത് 100 ഇഞ്ച് ഡയഗണൽ സ്ക്രീനാണ്. ഇതിനെ പറയുന്നത് ALR സ്ക്രീൻ എന്ന് കൂടിയാണ്. എന്താണ് ALR സ്ക്രീൻ? ആംബിയൻ ലൈറ്റ് റിഫ്ലക്ഷൻ സ്ക്രീൻ. അതുകൊണ്ട് തന്നെയാണ് ഈ റൂമിലുള്ള ആംബിയൻ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്ക്രീൻ വരുന്നത്. ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത, ഇതൊരു ഫിക്സഡ് ഫ്രെയിം സ്ക്രീനാണ്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു TV പോലെ ഫീൽ ചെയ്യും. ഈ ALR സ്ക്രീനും ഈ പ്രൊജക്ടറും കൂടി ഒരു ബണ്ടിൽ വരുമ്പോഴാണ് ഈ പ്രൊജക്ടറിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഈ പ്രൊജക്ടർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 5,50,000 രൂപയാണ് മാർക്കറ്റിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൈസ്. തീർച്ചയായിട്ടും ഈ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ ഡീലർമാരുടെ അടുത്തും ഈ പ്രൊഡക്റ്റ് വരും. ഈ പ്രൊഡക്റ്റിൻ്റെ പേരാണ് Benq V5000i. 3 വർഷം ഓൺസൈറ്റ് വാറണ്ടിയാണ് ഈ പ്രൊജക്ടറിന് ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലേസർ LED ലൈറ്റ് സോഴ്സാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് 3 വർഷം ലൈറ്റ് സോഴ്സിനും അതുപോലെ തന്നെ 10,000 മണിക്കൂറോ 3 വർഷമോ ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും ഇതിൻ്റെ ലൈറ്റ് സോഴ്സിൻ്റെ വാറണ്ടി പറയുന്നത്. ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു ആവശ്യ സമയത്ത് ഒരാഴ്ച വീട്ടിലില്ലെങ്കിൽ ഇതെടുത്തുകൊണ്ട് ഷെൽഫിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറത്തു പോകാം. അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ വളരെ ഈസിയാണ്. അതിനുവേണ്ടി ഒരു ടെക്നീഷ്യൻ ആവശ്യമില്ല, കേബിളിംഗ് ആവശ്യമില്ല.
ഇത് ആൻഡ്രോയിഡ് TV അടക്കമാണ് വരുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ്, ആമസോൺ പ്രൈം ഒക്കെ ഇതിൽ കാണണമെങ്കിൽ നേരിട്ട് കണക്ട് ചെയ്യാം. 2 HDMI പോർട്ട് വരുന്നുണ്ട്, ARC ഔട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പീക്കർ സെപ്പറേറ്റ് കണക്ട് ചെയ്യാം. നോക്കൂ, ഇവിടെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് സ്പീക്കർ കാണാം. ഇത് ഫ്രണ്ട് ഫേസിങ് സ്പീക്കറാണ്, വേവ് ഡിസൈനുള്ള ഫ്രണ്ട് ഫേസിങ് സ്പീക്കറാണ്. സബ് വൂഫർ അടക്കമാണ് സ്പീക്കർ സിസ്റ്റം വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ടിൽ അവൈലബിൾ ആണ്. ഈ ഒരു പ്രൊജക്ടറിൽ നിന്നാണ് നിങ്ങൾ ഈ സൗണ്ട് കേട്ടത്. അതുകൊണ്ട് തന്നെ വേറൊരു സൗണ്ട് ബാറിൻ്റെയോ വേറൊരു സൗണ്ട് സിസ്റ്റത്തിൻ്റെയോ ആവശ്യമില്ലാതെ തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് സിസ്റ്റമുള്ള അത്യാവശ്യം നല്ല സ്പീക്കർ സിസ്റ്റം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊജക്ടറോ സ്ക്രീനോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഓൾ ഇൻ വൺ പ്രൊഡക്റ്റാണ് Benq അവതരിപ്പിച്ചിരിക്കുന്ന Benq V5000i. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആയിരിക്കും. Benq ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിങ്ങളുടെ സ്വന്തം ഡീലർമാരോടോ ക്ലൈമാക്സിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.